اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സദാസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റജബും ശഅബാനും ബറക്കത്ത് മുറ്റിയതായ മാസമാണ്. നമ്മൾ ഈ മാസം ഇപ്പൊ തീരാറായി. റജബ് ഇതുവരെ നമുക്ക് ബറക്കത്ത് കിട്ടിയിട്ടില്ല, ഐശ്വര്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം നന്നാക്കണം, അമലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഖുർആനോത്ത് വിക്ർ ഒക്കെ നമ്മൾ അധികരിപ്പിക്കണം, ശരിക്കും ദുആ ചെയ്യണം. കാരണം ഈ ബറക്കത്തെന്ന് പറയുന്നത് നിസ്സാരമായി കാണല്ലേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ബറക്കത്ത് അല്ലാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞ ബറക്കത്താണ്. റജബിലും ശഅബാനിലും ബറക്കത്ത് ചോദിക്കുന്ന മനുഷ്യ, മാനവ, സഹോദര, സഹോദരി, കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു അവന് ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ ബറക്കത്താണ് നമ്മൾ റജബിൽ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, നീ നിന്റെ ദാത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച ഈ ബറക്കത്ത് എനിക്ക് നൽകണേ അല്ലാഹ്. തീർന്നില്ല. ഖുർആൻ തന്നെ പറയുകയാണ് മറ്റൊരു സ്ഥലത്ത്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. പരിശുദ്ധമായ ഖുർആൻ ഈ ഭൂമുഖത്തേക്ക് ഇറക്കുകയും ജനങ്ങൾക്ക് അവരുടെ നന്മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് തിന്മയാർകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവായി ജീവിക്കാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായ ഈ മഹത്തമാകുന്ന മഹൽ ഗ്രന്ഥം, ഈ വിശുദ്ധമാക്കപ്പെട്ട കാറ്റലോഗ് നമുക്ക് ഇറക്കി തന്നതായ അല്ലാഹു അവൻ ബറക്കത്തുടയവനാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. സത്യ അസത്യ വിചാരണങ്ങൾ അതിനിടയിൽ വേർതിരിച്ച് കാണിച്ചു തന്ന വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തെ ഇറക്കിയ അല്ലാഹു പരിശുദ്ധനാണ്, ഐശ്വര്യവാനാണ്. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും. ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് തഖ്വയാണ്. അല്ലാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹൃദയത്തെ സംശുദ്ധി വരുത്തണം. ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. സ്വന്തം മക്കളോടില്ല, സമൂഹത്തോടില്ല, സമുദായത്തോടില്ല, ഇതര സമുദായത്തോടില്ല. ഒരാൾ പോലോടും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അതിലെല്ലാം ഉപരി 5 വഖ്ത് നമസ്കാര ചിട്ട വെക്കണം. ഒരൊറ്റ ജമാഅത്ത് പോലും മുടക്കല്ല പുരുഷന്മാര്, ഒരൊറ്റ ജുമ പോലും മുടക്കല്ലേ സഹോദരിമാരെ. ബാങ്ക് വിളിക്കുമ്പോ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ, യാസീൻ ഓതുന്ന ശീലമുണ്ടാവണേ, സൂറത്തുൽ വാഖിഅ ഓതുന്ന ശീലമുണ്ടാകണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, സൂറത്തു സജദ പാരായണം ചെയ്യണേ, ഖുർആൻ ഖത്മുകൾ തീർത്ത്
തീർത്തു തുടങ്ങണേ. റമദാൻ വന്നിട്ട് ഓതാമെന്ന് പരിശ്രമിക്കല്ലേ. റമദാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ വിളിയാള മൂത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജബിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ ഖത്മുകൾ തുടങ്ങി വെക്കണേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം പ്രിയപ്പെട്ട പുരുഷന്മാരെ ജുമുഅ ദിനത്തിൽ പോയി സന്ദർശിക്കണേ. അവർക്ക് വേണ്ടി സദഖ ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഅ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഈ ദുനിയാവിൽ പടച്ചറപ്പിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ്. റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അല്ലാഹുവിനോട് റജബിലും ശഅബാനിലും ബറക്കത്തിന് ചോദിക്കുന്നവരെ, അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. തെറ്റുകൾ മുഴുകാതെ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ശഹറുൽ ഇസ്തിഗ്ഫാർ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാറിന്റെ മാസം കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞാൻ ഒരുപാട് കണ്ണു കുടിച്ചവനാണ്, വിചരിച്ചവനാണ്. അശ്ലീലമായ തലത്തിലേക്ക് എൻ്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ്. എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നുപോയവനാണ്. ഒരുപാട് കള്ള് ഷാപ്പുകളിലേക്ക് കയറി ചെന്നവനാ. മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ്. അല്ലാ, എനിക്ക് പുറത്തു നൽകണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് റജബിന്റെ മാസത്തിൽ തൗബ ചെയ്തുകൊണ്ടെന്ന് മടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വ ബറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അല്ലാഹു നിനക്ക് നൽകുമേ. തീർന്നില്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് ആരൊരുവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടുകൂടി കാണുകയും അവന് വേണ്ടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മനോഹരമായ വീടുകൾ അല്ലാഹു നൽകിയിരിക്കുകയാണ്. എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ്. എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല. വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്, പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ സിനിമകൾ കാണുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയ. ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അല്ലാഹു എനിക്ക് ബറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് നരകീയ മോചനം നൽകുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് ഖബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, മഹ്ശറയിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്നിട്ട് തെറ്റുകൾ പരിപൂർണമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ. എൻ്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും, എൻ്റെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കള്ളുകൂടി ഒഴിവാക്കുകയാണ്, ഞാൻ എൻ്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ്. ഇനി ഒരു
ബീച്ചിലേക്കും ഞാനില്ല, ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല, ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല, ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ്. ആ ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് റമദാൻ മാസത്തിന്റെ ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ. അതേ റമദാനിന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ. അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ്. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാളം ഇതാ കടന്നു വരുകയാണ്. അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട്, അത് സ്വന്തം സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അയൽവാസിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ഇതര സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുപാകാതെ എല്ലാവരോടും സ്നേഹസമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ. ഒരൊറ്റ ജുമയോ ജമാഅത്തോ മുടക്കരുത് സഹോദരങ്ങളെ. ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുകൊടുത്തുകൊണ്ട് ആദ്യ വക്കത്തിൽ തന്നെ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം. 70,000 ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ചൊല്ലി തീർക്കണം. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാ. കാരണം ഏത് സെക്കൻഡിലും മരണം വരാ, എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാം. പ്രസവേദന വന്നതാകുന്ന കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും മരണം പ്രതീക്ഷിച്ചതല്ല. തന്റെ ഭർത്താവ് പ്രതീക്ഷയോട് പറയുകയാണ്, പ്രതീക്ഷയെ വണ്ടിയെടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ. വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ്, മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട്, എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പ്രതീക്ഷയെ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന പൊന്നു ഭാര്യ അവൾ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല, ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ്, മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല. വേഗം തന്നെ പോവുകയാണ്. അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു 100 മീറ്റർ എത്തുമ്പോ ഖാബിദുൽ അർവാഹ് മലക സറായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചില്ലേ, അവരെ കരിച്ചു കളഞ്ഞില്ലേ സഹോദരങ്ങളെ. അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമടക്കമുള്ളവർ നോക്കി നിൽക്കേ, അവർ ഒച്ചപ്പാടിടൽകെ ആ പാവപ്പെട്ട ഗർഭിണിയാകുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. എത്ര വലിയ ദുരന്തമാ. ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. കേരളത്തെ നടുക്കിയതാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ കുടുംബത്തിലെ സർവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരാ. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൽ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല. ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് അഹന്ത വെക്കാതെ, അഹങ്കരിക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം. മരിക്കുന്ന സമയത്ത് 10 പേര് പറയണം, ഈ മനുഷ്യൻ നല്ലവനാണ്, കരുനാഗപ്പള്ളിയിലെ താച്ചിയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച വ്യക്തിയാണ്, നോമ്പുകൾ നോറ്റ് വീട്ട വ്യക്തിയാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ്, ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ അദ്ദേഹം. സാലിഹാണ്. 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ, പെങ്ങളെ, സഹോദര സഹോദരി, തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് നമുക്ക് വേണ്ടത്. ഒരു
ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. അതല്ലേ എറുമ്പിൻ കൂടുകളെ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പോലും നോവിക്കാൻ പാടില്ല. നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി, കയ്യിലിട്ട് ഇങ്ങനെ കശക്കി കളഞ്ഞു ഒരു സഹാബി. എന്ന് പറഞ്ഞ് ചെയ്യരുത്, പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ. ഒരു നിലയ്ക്കും മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. അതാണ് മുസ്ലിം. യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ്. അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും അവൻ്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് വിശുദ്ധമായ റജബിൽ അള്ളാഹുവെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ബറക്കത്ത് ചേരേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സദാസമയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റജബും ശഅബാനും ബറക്കത്ത് മുറ്റിയതായ മാസമാണ്. നമ്മൾ ഈ മാസം ഇപ്പൊ തീരാറായി. റജബ് ഇതുവരെ നമുക്ക് ബറക്കത്ത് കിട്ടിയിട്ടില്ല, ഐശ്വര്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം നന്നാക്കണം, അമലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഖുർആനോത്ത് വിക്ർ ഒക്കെ നമ്മൾ അധികരിപ്പിക്കണം, ശരിക്കും ദുആ ചെയ്യണം. കാരണം ഈ ബറക്കത്തെന്ന് പറയുന്നത് നിസ്സാരമായി കാണല്ലേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ബറക്കത്ത് അല്ലാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞ ബറക്കത്താണ്. റജബിലും ശഅബാനിലും ബറക്കത്ത് ചോദിക്കുന്ന മനുഷ്യ, മാനവ, സഹോദര, സഹോദരി, കരുനാഗപ്പള്ളിയിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു അവന് ബറക്കത്തുടയവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ ബറക്കത്താണ് നമ്മൾ റജബിൽ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, നീ നിന്റെ ദാത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച ഈ ബറക്കത്ത് എനിക്ക് നൽകണേ അല്ലാഹ്. തീർന്നില്ല. ഖുർആൻ തന്നെ പറയുകയാണ് മറ്റൊരു സ്ഥലത്ത്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. പരിശുദ്ധമായ ഖുർആൻ ഈ ഭൂമുഖത്തേക്ക് ഇറക്കുകയും ജനങ്ങൾക്ക് അവരുടെ നന്മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് തിന്മയാർഗുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവായി ജീവിക്കാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായ ഈ മഹത്തമാകുന്ന മഹൽ ഗ്രന്ഥം, ഈ വിശുദ്ധമാക്കപ്പെട്ട കാറ്റലോഗ് നമുക്ക് ഇറക്കി തന്നതായ അല്ലാഹു അവൻ ബറക്കത്തുടയവനാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. സത്യ അസത്യ വിചാരണങ്ങൾ അതിനിടയിൽ വേർതിരിച്ച് കാണിച്ചു തന്ന വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തെ ഇറക്കിയ അല്ലാഹു പരിശുദ്ധനാണ്, ഐശ്വര്യവാനാണ്. അപ്പൊ അല്ലാഹു ബറക്കത്തുടയവനായ വ്യക്തിയാണ്.
ആ ബറക്കത്ത് നമ്മളിൽ ഒരല്പം കിട്ടാൻ വേണ്ടി സഹോദരങ്ങളെ അള്ളാഹു 2 മാസങ്ങൾ നൽകി ചോദിക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ. എത്രയെത്ര ആയത്തുകളിലാണ് അല്ലാഹു ബറക്കത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐശ്വര്യം നമുക്ക് നൽകണമെങ്കിൽ മുസ്ലിമേ നീ യഥാർത്ഥമാകുന്ന മുഅ്മിനായി ജീവിക്കണേ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി പടച്ചിട്ടുള്ളതാകുന്ന ആദ്യ ഗേഹം അത് പരിശുദ്ധമായ കഅബയാണ്. ഇന്ന അവ്വല ബൈതിൻ വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ. പരിശുദ്ധമായ മക്കയിലുള്ളതാകുന്ന കഅബ അത് ബറക്കത്തുള്ള ഗേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. കഅബ അത് ബറക്കത്തുള്ള ഗേഹമാണ്, വിശുദ്ധമായ ഖുർആൻ. കഅബ ബറക്കത്തുള്ളതാക്കി അല്ലാഹു മാറ്റി. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗം നൽകപ്പെടുന്ന ഗേഹമാണ്. അതുകൊണ്ടാണ് ആ കഅബയിലേക്ക് തിരിഞ്ഞ് നാം നിസ്കരിക്കുന്നത്. ആ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ ലോകത്തുള്ള എല്ലാവരും ബറക്കത്തുള്ള വേഗമാണ്. ആ ബറക്കത്ത് പറ്റിയെടുക്കാൻ കല്ലുകൾ കൊണ്ട് പടുത്തതാണ്. ആ കഅബയിലേക്ക് തിരിഞ്ഞു സുജൂദ് ചെയ്താലും നമ്മൾ ആരിലേക്കാണ് സുജൂദ് അർപ്പിക്കുന്നത്? അല്ലാഹുവിലേക്കാണ്, ഇലല്ലാഹ്. പക്ഷെ ബറക്കത്തുള്ള ഭവനമായ ആ കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാകുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയം, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്താലും ഏത് നന്മ ചെയ്താലും ആ കഅബയെ സാക്ഷിയാക്കി വലിയ ഖൈറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പം മക്കളൊക്കെ SSLC +2 ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കളാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാ. പഠിക്കുമ്പോൾ ഖിബിലയ്ക്ക് അഭിമുഖമായിരുന്നു പഠിക്കും. വലിയ നേട്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒളുവോടുകൂടി ഇരിക്കൽ. അവ്വല് വഖത്ത് സുബൈ നിസ്കരിച്ചിട്ട് അവ്വല് സുബൈക്ക് ഇരുന്നിട്ട് പഠിച്ചു നോക്കൽ. നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല റാഹത്താവും. അതിൽ ഖൈറുണ്ട്, മനസ്സിലാക്കണം. എല്ലാ നന്മ ചെയ്യുമ്പോഴും ഖിബിലയെ അഭിമുഖീകരിക്കുക. നിസ്കാരത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, സലാത്തുകൾ അധികരിപ്പിക്കുമ്പോൾ. അതല്ലേ കഅബയുടെ ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് പറയാൻ കാരണം. ഭയങ്കര മഹത്വമാണ് കഅബ. അതിന് മുന്നിലേക്ക് തുപ്പാൻ പാടില്ല. കഅബയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. ഒരു വലിയ സൂഫി വര്യനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിർബന്ധിച്ചു മറ്റൊരു സൂഫിയെ കാണാൻ വേണ്ടി. നാട്ടിൽ വലിയൊരു സൂഫി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. കുട്ടികളുടെ നിർബന്ധ നിമിത്തമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അസർ വരെ ദറസെടുത്തു. അസർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ഇവർ ആ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ വലിയ സൂഫി വര്യനാണെന്ന് ജനങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന, കുട്ടികൾ പരിചയപ്പെടുത്തിയ ഈ വ്യക്തി ഇഖാമത്ത് കൊടുത്തപ്പോൾ ഇമാമത്തിന് വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു കിളിവാതിലുണ്ട്, അതിലേക്കൂടി ഇങ്ങോട്ട് വന്നിട്ട് ആർക്കിച്ച് തുപ്പി. മറ്റേ ആളിത് കണ്ടു. അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിസ്കരിക്കുവരും വേണ്ട, ഇയാളുടെ പറയാം പോയേക്കാന്ന് പറയാം. ശിഷ്യന്മാർ ചോദിച്ചാൽ എന്താ? കിബിലയ്ക്ക് നേരെ തുപ്പുന്നവൻ യഥാർത്ഥ വലിയല്ല, അദ്ദേഹത്തിന് കാപട്യമുണ്ട്. അതാണ് മുൻഗാമികൾ. നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ടീമിനെ വരെ പോയി കൈപിടിച്ച് മുസാഫത്ത് ചെയ്യും. അതാണ് നമ്മളെ കൗമ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാണുന്ന എല്ലാ ജ്യോത്സ്യന്മാരെടുക്കലും, കാണുന്ന ഏത് വ്യാജ ഉമ്മമാരും വ്യാജ ജിന്നുമ്മയും ജിന്നുപ്പയും ഉണ്ടോ അവിടെ ഒക്കെ പോയി മന്ത്രി ചൂതാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഉമ്മമാർ. എല്ലായിടത്തും പോയി നിൽക്കുക, തല കാണിച്ചു കൊടുക്കുക, ഊതിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പൈസ ഇങ്ങനെ കൊണ്ടു കൊടുക്കുക ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും. വ്യാജ ചികിത്സകർ വളരെ അധികരിച്ച കാലഘട്ടമാണിത്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. പഠിച്ചു വെക്കണേ. ഒരുപാട് വ്യാജന്മാർ അധികരിച്ച കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ എത്ര ആളുകളാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് കുന്നുകൂടി വരുന്നുണ്ട്. ഞാൻ സ്ഥലങ്ങളൊന്നും എടുത്തു പറയുന്നില്ല, ആരുടെ മനസ്സ് വിഷമിപ്പിക്കാനല്ല പറയുന്നത്. ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് നമ്മൾ ഹറാമായ മേഖലകളിൽ കൊണ്ടുപോയി വ്യാജരുടെ കൈവശം കൊണ്ടുപോയി പണയം വെക്കാൻ പാടില്ല.
പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിലകൊള്ളുന്ന വേള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഞങ്ങൾ നിലകൊള്ളുമ്പോൾ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ആ കാണുന്നതായ വാതിലിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ഒരു മനുഷ്യനിതാ കടന്നു വരും സ്വഹാബ. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? നോക്കുമ്പോൾ വാതിൽ ശൂന്യമാണ്, ഒരു മനുഷ്യനും അപ്പോൾ കടന്നു വന്നിട്ടില്ല. അല്പനേരം ഞങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വാതിലൂടെ കടന്നു വരുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ താടിയിലൂടെ വെള്ളം, ഒതുവെടുത്ത വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് താഴത്തേക്ക് വീഴുന്നുണ്ട്, താഴത്തേക്ക് വരുന്നുണ്ട്. തൻതിഫു മിൻ ലഹിയതിഹി വളുഅഹു, ഒതുവെടുത്തതാകുന്ന വെള്ളം അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് ചെറുതായി ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ വയഖുദു ഇന്ദ ശിമാലിഹി ഫിയദി ശിമാലിഹി നഅലൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് ചെരുപ്പുകളും തന്റെ ഇടത് കൈയിൽ പിടിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരു സാദാ സീതാ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് നഗ്നത മാത്രം മറയാനുള്ളതാകുന്ന ഒരു വസ്ത്രമാണ്. വലിയ പണക്കാരനൊന്നുമല്ല, ഒരു സാദാ സീത ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത്. ഒളുവെടുത്തതിൻ്റെ വെള്ളം ഇങ്ങനെ താടിയിൽ നെറ്റി വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചു അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് അറിയണമല്ലോ. പള്ളിയിൽ അദ്ദേഹം വന്നു, അദ്ദേഹം സ്വഹാബത്തിനിടയിലേക്ക് കയറിയിരുന്നു. പ്രവാചകരുടെ ക്ലാസ് തുടരുകയാണ്. നബി പിന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം വരുന്നതിന് മുമ്പാണ് കാര്യം പറഞ്ഞത്, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്, ഒരു വ്യക്തി അതിലേക്കൂടെ വരുമെന്ന് പറയും. സ്വഹാബത്ത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ ദിവസവും കടന്നു വരുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും, ഈ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വരും റജുലുൻ മിൻ ഹാദൽ ബാബി, ഈ വാതിലിലൂടെ കടന്നു വരുമത്രേ, മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറയുകയാണ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് അതിശയപ്പെട്ടുകൊണ്ട്, ആരാണ് കടന്നു വരുന്നത്? അദ്ദേഹം നേടിയെടുത്തതാകുന്ന നന്മ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ തലേ ദിവസം കയറി വന്ന മനുഷ്യൻ അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി, അതേ വസ്ത്രവിധാനത്തിലും, അതേപോലെ തന്നെ ഒതുവെടുത്ത താടി രോമങ്ങളിലൂടെ വെള്ളമിറ്റിത്ത് വീണുകൊണ്ട് ഇടത് കൈയിൽ ചെറിയതാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരികയാണ്. എന്താ ചെരുപ്പും പിടിച്ചോണ്ട് പള്ളിയിലോട്ട് വരുന്നു? അന്നൊക്കെ പള്ളിയിൽ മണ്ണ് വിരിച്ചതാകുന്ന പള്ളിയാണ്. ഇന്നും കണ്ടിട്ടില്ല നിങ്ങൾ ഹറമിലേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പ് കൈ പിടിച്ചോണ്ട് തന്നെ പോകില്ല. ആ ചെരുപ്പിൽ എന്ത് വേണം? ശുദ്ധി വേണം. എന്നാലേ ഉള്ളു തവാഫ് മറ്റിത്യാദി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ടോയ്ലറ്റിലിട്ടുകൊണ്ട് പോയി വൃത്തിയായി കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാത്ത ചെരുപ്പാണെങ്കിൽ അതും കവറിലിട്ടിട്ട് റാഹത്തായിട്ട് ബാഗിലിട്ട് അവിടെ പോയി തവാഫ് തോളത്തും തൂക്കിയിട്ടുണ്ട് തവാഫ് ചെയ്താൽ അവൻ്റെ തവാഫും പോയി, എല്ലാ അമലും പോയി. മനസ്സിലായിക്കോണം. സാന്ദര്യവുമായി ഇടയിൽ പറയുന്നൊരു വിഷയമാണ്. കാരണം തവാഫ് ചെയ്യുന്ന വേളയിൽ എന്ത് വേണം? ശുദ്ധി വേണം, നിർബന്ധമാണ്, ഷറത്താണ്. പലപ്പോഴും പല ഉമ്മമാരും അത് ശ്രദ്ധിക്കാറില്ല, സഹോദരങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ ഇടുന്ന ചെരുപ്പ് ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോയതാണ്, കാച്ചയെ മുക്കി നിട്ടുകൊണ്ട് പോയ സാധനമായിട്ട് അവസാനം കാബേനെ അവിടെ കൊണ്ട് തേച്ച് വെച്ചിരിക്കുക. സാധനം അവിടെ കൊണ്ട് ഭിത്തി കൊണ്ട് വെക്കുക. അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുടക്കിയ പൈസയൊക്കെ വെറുതെ പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് കേട്ടോ. ഇടയിൽ പറഞ്ഞതാണ്, പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ചെരുപ്പ് അവിടെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ആ സ്റ്റാൻഡിന് നമ്പർ അറിയണം, കയറിപ്പോകുന്ന വാതിലിൻ്റെ നമ്പർ അറിയണം. ചിലർ കയറിപ്പോവും, അല്ലാ, പിന്നെ 3-ാം നമ്പർ ബാത്റൂം എന്ന് പറയാം, അവസാനം ഇറങ്ങി വരുമ്പോൾ 13-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങും. കഴിഞ്ഞ് പള്ളി മുഴുവൻ കറങ്ങി മൊത്തം കണ്ടിട്ടാണ് വരും. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ ഉംറയ്ക്ക് പോയപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള 2-3 പ്രായം ആളുകളും ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഉപ്പായുണ്ട്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കുന്നു. അപ്പോൾ സുബൈക്ക് ശേഷം ഇതുപോലെ എല്ലാവരെയും പള്ളി കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും പറഞ്ഞ് 10 മണിക്ക് നമുക്ക് പോകണം ഇത് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. 10 മണിയായിട്ടും കുറച്ച് ടീമുകളെ കാണുന്നില്ല, ഈ പ്രായമായ 1-2 ആളുകളെ കാണുന്നില്ല. അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട് അവരിങ്ങനെ ക്ഷീണിച്ച് അവശരായി റൂമിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു പള്ളി കാണാൻ പോകണം. ഇനി കാണാനൊന്നുമില്ല ഉസ്താദ്. പള്ളിയും കണ്ട് അതിനപ്പുറവും കണ്ടു. കാരണം സുബഹിസ്കരിക്കാൻ വേണ്ടി 4 മണിക്ക് പള്ളിയിൽ പോയത്. ഇറങ്ങിയപ്പം അപ്പുറത്തെ ഭാഗത്തായി വഴി തെറ്റി പള്ളി മുഴുവൻ നടന്ന് കണ്ട് എല്ലാ വാതിലും കണ്ട് ജനലും കണ്ട് എല്ലാം കണ്ടിട്ട് വരിക. ഇനി ഞങ്ങൾ ഒരു പള്ളിയും കാണാനില്ല ഉസ്താദ് വയ്ക്കുക. മൊത്തം അവർ നടന്ന് ക്ഷീണിച്ച് 10 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അന്നപ്പോഴാണ് നമ്മൾ വിളിക്കുന്ന പള്ളി കാണാൻ പോകാൻ. പള്ളിയുടെ ഓരോ ഭാഗങ്ങൾ കാണാം. ഞങ്ങളില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ കയറിപ്പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ല. ചെരുപ്പ് സാധാരണ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അതിന് ഓരോ നമ്പറുണ്ട്. 78 എന്ന് എഴുതിയ നമ്പർ. ആ 78-ൻ്റെ അവിടെ തന്നെ വന്നാൽ ആ സാധനം ആരും എടുത്തുകൊണ്ട് പോകില്ല, സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും. പക്ഷേ 78 പിന്നെ വന്ന് നോക്കുമ്പോൾ വേറെ സ്ഥലത്താണ്. 1078-ൻ്റെ അവിടെ പോയിട്ട് അവൻ്റെ ചെരുപ്പ് തപ്പുകയാണ്. അതാണ് അവസ്ഥ. വേറെ ഭാഗത്താണ് പോയി തപ്പുക. അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇത് കിറ്റിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്താക്കിയിട്ട് ഇതുമായിട്ട് അകത്തോട്ടങ്ങ് പോവും. ഇതും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. നമ്മുടെ ചെരുപ്പും ഷൂവൊക്കെ ശുദ്ധിയില്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കണം, നമ്മുടേതാകുന്ന തവാഫ് ശരിയാവുകയില്ല. അത് വഹിച്ച് നിസ്കരിച്ചാലും അങ്ങനെ തന്നെയാണ്, നിസ്കാരവും ശരിയാവില്ല. സാധാരണ രീതിയിൽ അത് കൊണ്ടുപോയി ചെരുപ്പ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്, അല്ലേ? ഇതേപോലെയായിരുന്നു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും. അന്ന് തുടങ്ങിയതാണ് ഈ ചെരുപ്പ് നേരെ പള്ളിയിൽ കൊണ്ടുപോവുക, അകത്ത് കൊണ്ടുവന്നൊരു സൈഡിൽ ഇരിക്കുന്ന ഒരു ഭാഗത്ത് മാറ്റി പോകും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട, ഇതാ ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് പോകുന്നത് ഇയാൾ അതുകൊണ്ട് സ്വർഗം കിട്ടിയതാണോ എന്ന് കരുതിയിട്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് വരണ്ട. ചെരുപ്പമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞു. അതല്ല പറയുന്നത്, ശേഷം കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3-ാമത്തെ ദിവസത്തിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ആ കാണുന്ന വാതിലിലൂടെ കടന്നു വരും. സഹാബ ശ്രദ്ധിക്കണേ സഹാബ. സ്വഹാബത്ത് പറയുകയാണ് ആശ്ചര്യത്തോടുകൂടി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു തഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. എല്ലാ സ്വഹാബത്തും ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി നോക്കുകയാണ്. നോക്കുമ്പോൾ ഫദഖല അലൈനാ റജുലുൻ മിനൽ അൻസാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായ അൻസാരികളിൽ പെട്ടതാകുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, അദ്ദേഹം ഇതാ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ ഒരു ചെരുപ്പ് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതാകുന്ന താടി രോമങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹജ്ലിസിലേക്ക്, ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുകയാണ്, കയറിയിരിക്കുകയാണ്. ആ മനുഷ്യൻ ഈ വിഷയവും ഒന്നും തന്നെ അറിയുന്നില്ല. തന്നെ കുറിച്ച് ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞതേയില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പാ നബി ഇത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടതാകുന്ന അനുയായിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഈ പറയപ്പെട്ട സ്വഹാബിയുടെ പിറകെ കൂടുകയാണ്. ഏത് വ്യക്തിയാണോ അൻസാരികൾപ്പെട്ട വ്യക്തി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പിറകിൽ കൂടി ഇശാ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
ലഹൈതു അബീ, ഞാൻ എൻ്റെ വാപ്പയുമായി ചെറിയ വിഷയത്തിൽ പിണങ്ങിയിട്ടുണ്ട്. ഫഅഖ്സംതു, ഞാൻ സത്യം ചെയ്തു പോയി, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പോയി. അല്ലാ അദ്ഖുല ബൈതഹു ഇല്ലാ ബഅദ സലാസ്, 3 ദിവസങ്ങൾക്ക് ശേഷമല്ലാതെ ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു 3 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെയോ? വല്ല എതിർപ്പുമുണ്ടോ? എതിർപ്പുമുണ്ടോ വേണ്ടിയിട്ടൊരു പറയാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാപ്പായിട്ട് ചെറിയ പിണക്കത്തിലാണ്, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റൂല, 3 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന വ്യക്തിയോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ, അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, പോരാൻ പറഞ്ഞു, വീട്ടിലോട്ട് പോ. അങ്ങനെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടക്കുന്നു. ഇശ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പ് ഇദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം മറ്റേ ആൾ എഴുന്നേൽക്കുന്നുണ്ട്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. സാധാരണ പോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ നേരെ പള്ളിയിലേക്ക് പോകും. ഇദ്ദേഹവും കൂടെ പോകുന്നു, വീട്ടുകാരുടെ പോകുന്നു. എല്ലാ ദിവസവും ഇത് തന്നെ. 3 ദിവസം കടക്കാൻ മാത്രമാണ് പോകുന്നത്, പകല് പോകുന്നില്ല. എന്താ കാരണം? പകൽ ഇദ്ദേഹം കൂടെ പള്ളിയിൽ തന്നെ ഉണ്ട് എപ്പോഴും. നബിതങ്ങളുടെ ശിഷ്യനാണ്, എപ്പോഴും പള്ളിയിൽ തന്നെ. ഈ പറയുന്ന സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സഹാബി എപ്പോഴും പള്ളിയിലുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയാൽ മതി എന്താണെന്ന് ഇയാൾ ചെയ്യുന്നതെന്ന് പുറകെ നിന്ന് വീക്ഷിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുന്നത്, രാത്രിയിൽ നമ്മൾ കാണാതെ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യമായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു. സാധാരണ രീതി അങ്ങനെയാണല്ലോ, എല്ലാവരും രഹസ്യമായ അമലുകൾ ചെയ്യുന്ന ഒരു സമയവും സന്ദർഭവും രാത്രിയാണ്. അതിനാണ് ഭയങ്കര പ്രതിഫലവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രാത്രിയിൽ എന്തെങ്കിലും നമ്മൾ അറിയാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? പകലെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. രാത്രിയിൽ ചെയ്യുന്ന അമൽ എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് കൂടെ പോവാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസവും 2ാമത്തെ ദിവസവും തദൈവ ഇതേപോലെ തന്നെ തുടർന്നു. പ്രത്യേകമായ അമലൊന്നും കാണുന്നില്ല. 3ാമത്തെ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. പ്രത്യേകമായ ഒരു അമലൊന്നും തന്നെ കാണുന്നില്ല, ദർശിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ഒരു അമലും കാണാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിയും. അപ്പോൾ മനസ്സിലായി, ഇനിയിപ്പോൾ ഇയാളടുത്ത് നിന്നിട്ട് കാര്യമില്ല. വെറുതെ വാപ്പാട് പിണക്കമെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിയത് വാപ്പായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കൂടാൻ കാരണം സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടുപോയി. യതുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇതാ ഈ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യം നബിതങ്ങൾ 3 ദിവസങ്ങളായി പറഞ്ഞപ്പോഴും ആ വാതിലിലൂടെ ആദ്യമായി കടന്നു വന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള അമൽ ചെയ്യുന്നതെന്നറിയാനാണ് 3 ദിവസം നിങ്ങളോടൊപ്പം ഞാൻ കൂടിയത്. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് അത്രയും തന്നെ നിങ്ങൾ ചെയ്യുന്നത് കാണാനില്ല. ഞാൻ ചെയ്യുന്നതായ ഇബാദത്തുകളോളം നിങ്ങൾ ചെയ്യുന്നില്ല. എത്ര വലിയ അമലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും കളവ് പറയുകയില്ല. ഞാൻ അറിയാതെ ഇനി വല്ല രഹസ്യമായ അമലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ കാണാതെ നിങ്ങൾ വല്ല രഹസ്യമായ അമല് വല്ല ചെയ്യുന്നുണ്ടോ? ഞാൻ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരിക്കാൻ രാത്രിയിൽ ഉറങ്ങി എന്ന് വരുത്തുകയാണ്. നിങ്ങളൊന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് വല്ല ദിക്ർ ചൊല്ലുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അമലാണ്, എല്ലാം നബി പഠിപ്പിച്ചതാണല്ലോ. നമ്മൾ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യഗണങ്ങളാണ്. നബി പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ രഹസ്യമായ ഒരു അമല് നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരുമോ?
എന്ന് പറഞ്ഞൊരു നോക്കൂ നിങ്ങൾ, സ്വഹാബിയാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് അദ്ദേഹം. അവരൊക്കെ സ്വഹാബികളാണ്, റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ്. എന്നാൽ പോലും സ്വർഗത്തിൽ കടക്കുമെന്നുള്ള ആ വാക്ക് നബി തങ്ങൾ ഇദ്ദേഹത്തെ 3 വട്ടം പറയണമെങ്കിൽ ഇദ്ദേഹത്തിലുള്ള ആ നന്മ കൂടി എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെ എത്ര വലിയ നന്മയാണ്, മനസ്സിന്റെ നന്മയാണത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അൻസാരിയാകുന്ന സഹാബി വര്യനെ പറയുകയാണ്, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടതല്ലാതെ മറ്റൊന്നും എൻ്റെ അടുക്കൽ കൂടുതലായിട്ട് ഒരു അമലുമില്ല, ഒരു സുഹൃതവും നിങ്ങൾ കണ്ടതിനേക്കാൾ ഒരൽപ്പം പോലും എനിക്ക് ഇല്ലേ ഇല്ല. നിങ്ങൾ ഈ കണ്ടത് മാത്രമുള്ള എനിക്കുള്ളൂ. അപ്പൊ ഇദ്ദേഹം ആകെ നിരാശനായി. ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ-ആസ് റളിയല്ലാഹു അൻഹു ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു പുറകോട്ട് പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുമ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു വിളിച്ചു. അൻസാരിയാകുന്ന സഹാബി വര്യന് പറയുകയാണ്, ഒരു കാര്യം എന്നിലുണ്ട്. അത് നമുക്ക് അടുത്ത ജുമായ്ക്ക് പറയാം. ഇങ്ങനെയുണ്ട് പരിപാടി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ അറിയൂലല്ലോ, എന്നാ കേട്ടോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം എന്നിലുണ്ട്, നിങ്ങൾ ഈ കണ്ടതാകുന്ന നിസ്കാരം തന്നെയാണ് എൻ്റെ നിസ്കാരം, നിങ്ങൾ ഈ കണ്ട ഇബാദത്തുകൾ തന്നെയാണ് എൻ്റെ ഇബാദത്ത്. രാത്രിയിൽ ഞാൻ എഴുന്നേക്കും, നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഞാൻ ഈ പകൽ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കും. എന്നെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് ഞാൻ സക്കാത്ത് കൊടുക്കും. പാവങ്ങളുടെ കണ്ണീരപ്പും നിരാലംബർക്ക് അവലംബമാകും, നിരാശ്രിതർക്ക് ആശ്രയത്വം കൊടുക്കും. ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശമില്ല. ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗൈശാ വലാ അഹ്സുദു على أحد من المسلمين على خير أعطاه الله إياهم. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ മുസ്ലിമീങ്ങളാകുന്ന ഒരൊറ്റ വ്യക്തിയോട് പോലും ഒരു വെറുപ്പോ വിദ്വേഷമോ എൻ്റെ ഹൃദയത്തിൽ ഇല്ലേ ഇല്ല. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു മുസ്ലിമിനോടും ഒരു മുസ്ലിമത്തിനോടും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് ഇല്ലേ ഇല്ല. വലാ അഹ്സുദു അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയോടും എനിക്ക് അസൂയ ഇല്ലേ ഇല്ല. അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും നന്മയുടെ വിഷയത്തിൽ അവർക്ക് കുതിര കൊടുത്തിട്ടുണ്ടാവാം, അവർക്ക് ഒട്ടകം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് സ്വർണം അല്ലാഹു അധികം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു സമ്പത്ത് ധാരാളം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു മനോഹരമായ വീട് അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുപോയിട്ടുണ്ടാവാം, മനോഹരമാകുന്ന വീട് അവർ വെച്ചിട്ടുണ്ടാവാം, നല്ല ഒരു കുടുംബ പശ്ചാത്തലം അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സുന്ദരിയായ ഭാര്യയെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടാവാം, സുന്ദരന്മാരാകുന്ന ചെറുപ്പക്കാരെ അല്ലാഹു വരനായി അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം, അതിസുന്ദരി സുന്ദരന്മാരാകുന്ന മക്കളെ അല്ലാഹു കുടുംബത്തിന് സമ്മാനിച്ചിട്ടുണ്ടാവാം. ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വരെ എൻ്റെ മനസ്സെ പിടിച്ച് കുലുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരാളോടും അസൂയയോ വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരാളോടും എനിക്ക് ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു വെറുപ്പോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മനസ്സാണ് എൻ്റെ മനസ്സ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ-ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുമ്മാതല്ല, വഹുവ ലാ തുതീഖു ബിനാ, ഞങ്ങളെ കൊണ്ട് കഴിയാത്ത പണിയാണത്. അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ-ആസ് റളിയല്ലാഹു വിനയത്തിന്റെ ഭാഷ കൊണ്ട് പറയുക, ഞങ്ങൾക്ക് സാധിക്കാത്ത വലിയ അമലാണല്ലോ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഈ സാധിച്ചത്, ഇത് ഞങ്ങൾക്ക് കഴിയില്ല, വലിയ നേട്ടമാണ് നിങ്ങൾക്ക് ഈ ചെയ്തത്, നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പോയി എന്ന് ഹദീസിൽ കാണാം.
പഠിക്കണം ഇത്. എന്താണ് ഈ പറഞ്ഞത്? ഒരാളോടും ഒരനുഗ്രഹം അയാൾക്ക് കിട്ടിയ അയൽവക്കത്തുള്ള വ്യക്തി അയാൾ 2 നില വീടെടുക്കുന്നു. റമദാൻ വന്നപ്പോൾ പഴയതാകുന്ന റൂമീടൊക്കെ പൊളിച്ചിട്ട് പുതിയത് വെക്കുന്നു. അല്ലെങ്കിൽ വർഷാവർഷം അയാൾ ടൗണിൽ 10 മുറി കടയെടുക്കുന്നു, 2 മുറി കടയെടുക്കുന്നു, 10 സെന്റ് ഭൂമി വാങ്ങിയിടുന്നു, പുതിയ പുതിയ വാഹനം അയാൾക്ക് കിട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മോമിനിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള വിഷയം അതാണ്. അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. ഇതില്ലാത്ത ഒരൊറ്റ ആൾക്കാരില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനടക്കം നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലുള്ള മാലിന്യമാണ്. അത് മുക്തമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് മുക്തിയാക്കി എടുക്കേണ്ട മാസമാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വ്യക്തിയോട് പോലും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും ഞാൻ ആ വിദ്വേഷം വെച്ച് പുലർത്തുകയുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതാകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഞാൻ കാരണമായി തീർന്നത് എന്ന് മഹാനായ അൻസാരിയായ സ്വഹാബി വര്യൻ എന്നോട് പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.